എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ മുഴുവനും ഇങ്ങനെയാണ്. ഇപ്പോൾ വചനം പറഞ്ഞ് ഓരോരുത്തരോട് വചനം പറയുക, അവരെ അത് വിശ്വാസികളായി തീരുന്നത് വരെ തുടരെ അവരെ ചെന്ന് ടച്ച് ചെയ്ത് അതായത് അവർ തുടരെ ഫോളോ അപ്പ് എന്ന് പറയുന്ന പോലെ അവരെ കാണുക, അവരോട് വചനം പറയുക, അവരെ സഹായിക്കാൻ പറ്റുന്ന സഹായങ്ങൾ ചെയ്യുക, അവരെ സമാധാനപ്പെടുത്തുക, ആശ്വസിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെ യേശുവിനെ കൊടുക്കുക. അതുപോലെ പകുതിയൊക്കെ മുക്കാലൊക്കെ ആയിട്ട് യേശുവിനെ അറിഞ്ഞിട്ടിരിക്കുന്നവരാണെങ്കിൽ അവരെ പരിപോഷിപ്പിക്കുക. അങ്ങനെ കൊണ്ടുപോയിട്ട് 93 പേരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനും മാമോദിസ കൊടുക്കാനായിട്ട് ദൈവം എന്നെ അനുവദിച്ചിട്ടുണ്ട്. ഞാൻ ക്രിസ്തുവിൽ അഭിമാനിക്കുന്നു. അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുള്ള 93 പേര് കത്തോലിക്ക സഭയിൽ തന്നെ അംഗങ്ങളായിട്ട് ലഭിച്ചിട്ടുണ്ട് എനിക്ക്. അവർ കുറേ പേര് ഇപ്പോൾ രോഗികളായിട്ട് വയസ്സായിട്ടൊക്കെ ഉള്ളവരായിരുന്നവർ മരിച്ചിട്ടുണ്ട്. ചിലർക്ക് മാമോദീസ സ്വീകരിക്കുന്ന ആഗ്രഹം ഉണ്ടായിട്ട് സാധിക്കാതെ ആശുപത്രിയിൽ വെച്ചിട്ട് വീട്ടു മാമോദീസ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാവിനും നാമം പറഞ്ഞിട്ട് അവർക്ക് സ്നാനം കൊടുക്കുക. അല്ല, സഭയുടെ ഔദ്യോഗിക സ്നാനം എനിക്ക് നൽകാൻ പറ്റില്ല. എന്നാൽ വിശ്വാസികളായതിൻ്റെ പേരിൽ, വിശ്വാസത്തിൻ്റെ പേരിൽ അവർക്ക് അങ്ങനെ ചെയ്യണം. കാരണം എന്നെ പ്രസവിച്ച സമയത്ത് എൻ്റെ ജാതി ആചാരപ്രകാരം ഞങ്ങൾ ജാതി പറയുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല, പറയാൻ സമുദായത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ഞങ്ങൾക്ക് ജാതി ആചാരത്തിൽ പ്രസവിച്ച് കഴിഞ്ഞാൽ മുഖത്ത് വെള്ളം ഒഴിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് എൻ്റെ അപ്പൻ്റെ വീട് വടക്കാഞ്ചേരി കുമ്പളങ്ങാട്, ഞാൻ ജനിച്ചത് തിരൂരാണ്, കിഴക്കങ്ങാടിയിൽ. അപ്പോൾ മുഖത്ത് വെള്ളം തെളിക്കാനായിട്ട് അപ്പൻ്റെ പെങ്ങളെ കൊണ്ടുവരണം. എത്ര വഴി അന്നൊക്കെ നടന്നിട്ടാണ് പോവുക. സാധ്യമല്ല എന്ന് കണ്ടപ്പോൾ തൊട്ടടുത്ത വീട്ടിലെ ചിറ്റിലപ്പള്ളി ഹൗസ്, അവിടുന്ന് റോസി ചേച്ചിനെ വിളിച്ചു കൊണ്ടുവന്ന് എൻ്റെ മുഖത്ത് വെള്ളം തെളിപ്പിക്കുകയാണ്. അപ്പോൾ റോസി ചേച്ചിയുടെ അമ്മ പറഞ്ഞു, അന്ന് റോസി ചേച്ചിക്ക് 20 വയസ്സുണ്ട്, നീ കുരിശ് വരച്ചിട്ട് അങ്ങോട്ട് ഒഴിച്ചു വിടറി എന്ന് പറഞ്ഞു കുഞ്ഞലമ്മ. അപ്പോൾ ഈ റോസി ചേച്ചിയുടെ അമ്മ, റോസി ചേച്ചിയുടെ ആങ്ങളമാർ, എൻ്റെ അപ്പനമ്മ, എൻ്റെ അമ്മാവന്മാർ എല്ലാവരും ഇത് പറഞ്ഞു കേട്ടുള്ള അറിവ്, നിൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചിരിക്കുന്നത് റോസി ചേച്ചിയാണ്, നിനക്ക് ആ നസ്രാണി സ്വഭാവം നിനക്ക് ഉണ്ടാവും, അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ 26 വയസ്സ് കഴിഞ്ഞു. 27ാമത്തെ വയസ്സ്, 27 വയസ്സായിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഒരു സ്ഥലത്ത് ഒരിടത്ത് ഇരിക്കുമ്പോൾ പറയാണ്, ഉടൻ ചെന്ന് നീ ബസ് സ്റ്റോപ്പിലിരിക്കുക, നിൻ്റെ ആരാണ് മരിച്ചത് എന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. ഈ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അശരീരി കേട്ടു എന്ന് പറയില്ലേ, ആ ശബ്ദമാണെങ്കിൽ മാത്രമേ ഞാൻ ശരിക്കുള്ളൂ, അല്ലാത്ത ശബ്ദം കേട്ടാൽ ഞാൻ ശരിക്കാറില്ല. ഈ ശബ്ദമാണെങ്കിൽ അത് ഈശോയുടെയെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിലിരുന്നപ്പോൾ വരുന്ന ഈ ചിറ്റിലപ്പള്ളിക്കാരുടെ കുടുംബത്തിൽപ്പെട്ട കുറേ ചേച്ചിയും ചേട്ടന്മാർ കിഴക്കങ്ങാടിയിലത്തെ ഈ റോസി ചേച്ചിൻ്റെ കല്യാണം കഴിച്ചിരുന്നത് നെടുപ്പുഴ പനമുക്ക് പള്ളിയിലാണ്, ഇടവക. ആ ചേച്ചി പറയാണ് എന്നോട്, എൻ്റെ വീട്ടിലെ പേര് രാജു എന്നാണ്. എന്നെ കണ്ടപ്പോൾ പറഞ്ഞു, രാജു നമ്മുടെ റോസി ചേച്ചി മരിച്ചു നെടുപ്പുഴ പനമുക്ക് പള്ളിയിൽ ബസ്സിൽ. അപ്പോൾ ആ ചേച്ചി ഞാനുമായിട്ടുള്ള ബന്ധം ഏതാ? എൻ്റെ തറവാട്ടുകാരല്ല, ഒരു ക്രിസ്ത്യാനിയല്ല, ഞാൻ ഒന്നതല്ല. അപ്പോൾ അന്ന് ഞാൻ മാമോദിസ വീട്ടിൽ പോലും ഇല്ല. ഈ ചേച്ചി എൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചു. അപ്പോൾ കത്തോലിക്ക തിരുസഭയുടെ സ്നാനത്തെക്കുറിച്ച് എനിക്ക് ബോധ്യം വന്നു. ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം പറഞ്ഞിട്ട് ഒരു സഹോദരി ഈ വെള്ളം തെളിച്ചതിന് ഇത്രയും വിലയുണ്ടെങ്കിൽ നിൻ്റെ ആരാണ് മരിച്ചതെന്ന് ഞാൻ നിന്നെ അറിയിക്കുന്നു. ആരാണ് മരിച്ചത്? എൻ്റെ മുഖത്ത് ആ നാമം പറഞ്ഞ് വെള്ളം തെളിച്ച സഹോദരി. കണ്ടോ, ആ ഒരു സ്ത്രീയാണ് അത് ചെയ്തത്. അവർ മരിച്ചതിന് ഇത്ര വിലയുണ്ടെങ്കിൽ അപ്പോൾ ഒരു പുരോഹിതൻ തെളിച്ചാൽ എത്രമാത്രം അധികാരം അതിൻ്റെ ബലമുണ്ടെന്നുള്ളത് മനസ്സിലാക്കി. അതുമാത്രമല്ല, പിന്നെയും ഒരു കാര്യം കൂടി മനസ്സിലായി. ഞാൻ കുമ്പളങ്ങാട് പള്ളിയിൽ ഞാൻ വിശ്വാസത്തിലേക്ക് വന്നിട്ട് എന്നാലും എൻ്റെ തറവാട്ടിലേക്ക് പോകാറുണ്ട്. അവിടെ പള്ളിയിലേക്ക് ഞാൻ പോയി. ചെറിയ പള്ളിയായിരുന്നു അന്ന്. അപ്പോൾ അവിടെ ദിവ്യകാരുണ്യം എടുത്തു വെക്കലില്ല. കുർബാനയ്ക്കുള്ളവർ വെറും ഓസ്തി എടുത്തിട്ട് അത് ആശീർവദിച്ചതിന് ശേഷം അത് സ്വീകരിക്കില്ല. അങ്ങനെയാണ്. കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു കുർബാന വീണു. അപ്പോൾ കുർബാന കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു വാക്ക് പറഞ്ഞിങ്ങനെ, കർത്താവേ, അങ്ങ് വെറും ഗോതമ്പപ്പായിരിക്കുമ്പോൾ അങ്ങയുടെ അടുത്തേക്ക് എല്ലാവർക്കും വരാൻ പറ്റുന്നുണ്ട്, എടുത്തിടാൻ പറ്റുന്നുണ്ട്. ഇനി അങ്ങായിട്ട് വരുമ്പോൾ, ഈശോ ആയിട്ട് വരുമ്പോഴും അത് സ്വീകരിക്കാനും അവർക്ക് പറ്റുന്നുണ്ട്. എനിക്കിത് 2 സമയത്ത് എനിക്ക് അങ്ങോട്ട് തൊടാൻ പറ്റണമല്ലോ. ഞാൻ ഏതെല്ലാം ക്രിസ്ത്യൻ വീടുകളിൽ ഞാൻ പണിക്ക് നിന്നിട്ടുണ്ട്. അവിടുത്തെ യജമാനന്മാരുടെ പൈസ ഇരിക്കുന്നിടത്തേക്ക് ഞാൻ പോയിട്ടില്ല. അവർ പൈസ എടുത്തുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരാറുണ്ട്. അതുപോലെ അങ്ങനല്ല എൻ്റെ യഥാർത്ഥ യജമാനൻ. അങ്ങേക്ക് എൻ്റെ അടുത്തേക്ക് വരാമല്ലോ, എനിക്കല്ല അങ്ങോട്ട് വരാൻ പാടില്ലാത്തത്. എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമെങ്കിൽ അങ്ങേക്ക് എൻ്റെ അടുത്തേക്ക് വന്നൂടെ. പറഞ്ഞ ഉടനെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓസ്തി താഴ്ത്താ വീണു.
അത് വീണിട്ട് ഉരുണ്ട് ഇത്ര അകലേക്ക് ഉരുണ്ട് വരാനുള്ള കനമുണ്ടോ? 25 പൈസയുടെ കനം കൂടിയും നമ്മുടെ ഓസ്തിക്കില്ല എന്ന് നമുക്കറിയാം. അത് ഉരുണ്ടിട്ട് അത്ര ദൂരത്തുനിന്ന് ഞാൻ നിൽക്കണ 2 കാലിൻ്റെയും നടുക്ക് ആ മുൻവശത്ത് വന്ന് വീണു. അവിടെ വീണു. ഞാനങ്ങോട്ട് കരഞ്ഞു, കൈകൂപ്പി കരഞ്ഞു ഒഴുകുക. ഞാൻ എന്നിട്ടുണ്ടെങ്കിൽ അത്രയധികം ഈശോ ഞാൻ ആഗ്രഹിച്ചപ്പോൾ എൻ്റെ അടുത്തേക്ക് വന്നത് നോക്കി. നമ്മുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങൾ അറിയണ ആൾ, നമ്മുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നമ്മളെന്താണെന്നും മനസ്സിലാക്കുന്ന ആ ദൈവം. അങ്ങനെ എഴുതിയ പാട്ടാണ്. എന്നെ മിനി ചേച്ചാ പാടിക്കുന്നത്. എന്നെ പാപിയായി കാണാൻ നിനക്ക് കണ്ണുകളില്ല, എന്നെ കല്ലെറിയാൻ ഉയരുന്ന കൈ നിനക്കില്ല, പാപികളെ തേടി വന്ന സ്നേഹിതനെ, പാപമോചനമേകും ഏകരക്ഷകനെ റബോനി. എന്നെ പാപിയായി കാണാൻ നിനക്കു കണ്ണുകളില്ല, എന്നെ കല്ലെറിയാൻ ഉയരുന്ന കൈ നിനക്കില്ല, പാപികളെ തേടി വന്ന സ്നേഹിതനെ, പാപമോചനമേകും ഏകരക്ഷകനെ. അപ്പോൾ ഈ മാതാവിൻ്റെ പാട്ടുകൾ തമിഴ് പാട്ടിലൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, വേളാങ്കണ്ണിയിൽ എഴുതി വെച്ചിരുന്നത് കണ്ടു. ഇതോ ഉൻ തായ്, അത് കണ്ടപ്പോൾ എനിക്ക് വന്ന പാട്ടാണ്. പൂവൈ പോലെ മെല്ലിയത്, തേൻ പോലെ ഇനിത്തത്, നെഞ്ചുക്കുൾ എപ്പോഴും തുടിത്തത്, ഇതോ ഉൻ തായ് എന്തത്. ആ പാട്ട് ആ കുർബാനയെ കുറിച്ചാണ് ഓരോ വരികളത്. ജെറൂസലേം ധ്യാന കേന്ദ്രത്തിൽ പുല്ല് വലിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ കുറച്ച് നാൾ പണിക്ക് നിന്നിട്ടുണ്ട്. പുല്ല് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മഞ്ഞ കളറുള്ള പൂമ്പാറ്റ പറന്ന് പോകുന്നത്. അവിടെ മഞ്ഞ പൂക്കൾ വേണ്ടതുണ്ട്, അല വന്നിരുന്നു. ഈ പൂമ്പാറ്റനെ കാണാനില്ല. അപ്പോൾ എഴുതിയ പാട്ടാണ് പൂവിലിരിക്കും പൂമ്പാറ്റയ്ക്ക് പൂവ് പോലെ ചന്തം എന്നുള്ള പാട്ട്. അതുപോലെ അവിടെ പുല്ല് വലിച്ചുകൊണ്ടിരിക്കേണ്ട മറ്റൊരു ദിവസത്തിൽ വന്ന് ഒരു പാട്ട് വന്നു. കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന, കുഞ്ഞുങ്ങളെ പാലിക്കുന്ന പാലകനാം ഉണ്ണീശോ ഉണ്ട് ജെറുസലേമിൽ. താരട്ടുപാടി ഉറക്കിടുവാൻ, താളം പിടിച്ചു നടത്തിടുവാൻ, കന്യകയാം മേരിയമ്മ ഉണ്ട് ജെറുസലേമിൽ. ഇന്നും അതെ, എനിക്ക് ജെറുസലേമിൽ പോയിട്ടുണ്ടെങ്കിൽ അന്നൊരു പാട്ട് എഴുതും. മാതാവിൻ്റെ അടുത്ത് പോയി വിയാമരിയെ കൂടെ ഒന്ന് നടന്ന ഒരു പാട്ട് ഓക്കെ. അങ്ങനെ എഴുതി എന്തോരം പാട്ടുകൾ നോക്കുക. 2000-ലാണ് പാട്ടുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ റിലീസായിട്ടുള്ള പാട്ടുകളൊക്കെ വളരെ വിരളമാണ്. എങ്കിലും നമ്മൾ അതിന് പാട്ട് എഴുതി ഇതാവാനോ അങ്ങനെ എന്തോ പറയുക വൈറലാവാനോ അങ്ങനത്തെ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് പോലില്ല. സർക്കസുകാരനാണ് ഞാൻ, കുപ്പിപ്പാട്ട പറക്കി നടന്നിരുന്നവനാണ്, കൂലിപ്പണിക്ക് പോയി ഇറന്നവനാണ്. എനിക്ക് ഇപ്പോൾ കത്തോലിക്ക തിരുസഭയിൽ എല്ലാവരും പാടുന്നൊരു പാട്ട് എഴുതി ഒരാളാക്കാൻ ആളായില്ലേ. അപ്പോൾ അതിനേക്കാൾ വലിയത് വേറെ എന്തിട്ടുള്ളത്. എൻ്റെ ദൈവം എനിക്കിനൊന്നും വേണ്ട. ഒക്കെ ഒന്ന് പറയാനുള്ളത്, എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രോഗം മാറി കിട്ടിയോ ഇല്ല, വീട് കിട്ടിയോ ഇല്ല, ജോലി കിട്ടിയോ ഇല്ല, എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഒന്നും കിട്ടിയെന്ന് പറയാനില്ല. പക്ഷെ കിട്ടിയെന്ന് പറയാൻ ഒന്നുണ്ട്, ഈശോയെ പിടികിട്ടി. എനിക്ക് എൻ്റെ ഈശോയെ പിടികിട്ടി, ഈശോയ്ക്ക് എന്നെയും പിടികിട്ടി. ഞാൻ പിടികൊടുത്തു. ഈശോയുടെ പിന്നാലെ ഞാൻ ഓടിയോണ്ടൊന്നും എനിക്ക് പിടിക്കാൻ കിട്ടില്ല. പക്ഷേ ഈശോ അവിടെ നിന്ന് തന്നു. ഞാൻ എൻ്റെ ഹൃദയം മനസ്സിലാക്കിയത് കൊണ്ട് ഈശോ അവിടെ നിന്ന് തന്നു. ഞാൻ വാരി പോണർന്നു. ആ പിടിച്ച പിടി ഇപ്പോഴും വിട്ടിട്ടില്ല. ഉടുമ്പ് പിടിച്ചിട്ട് തന്നെ നിൽക്കണത്. മരിക്കണ വരെയല്ല, മരിച്ചിട്ടും ഈശോനെ തന്നെ ആരാധിക്കും. എനിക്ക് എന്ന് മാത്രമല്ല, സകലതിനും ആകാശത്തിന് കീഴെ മനുഷ്യരുടെ രക്ഷയ്ക്ക് ഒരു നാമേ ഉള്ളൂ, അതാണ് യേശു നാമം. അതെൻ്റെ ദൈവമാണ്. യേശുവാണ് എൻ്റെ ദൈവം. അവനല്ലാതെ എനിക്ക് മറ്റൊരു ദൈവമില്ല, മറ്റൊരു ആരാധനമൂർത്തിയില്ല. ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ എന്നെ കൈപിടിച്ച് നടത്തുന്നത് ഈശോ നാഥനും രക്ഷകനാണെന്ന് പറയാനാണ്. ഇതുപോലെ ഓരോരോ മേഖലകളിൽ മറ്റുള്ള ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു മാതാവില്ല, അങ്ങനെ മറ്റു മാതാവിനെ അംഗീകരിക്കാത്ത സമൂഹം വരുമ്പോഴൊക്കെ അവർക്ക് വചനാടിസ്ഥാനത്തിൽ തന്നെ, ബൈബിൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ എനിക്ക് അവരോട് മാതാവിനെ കുറിച്ച് പറയാൻ സാധിക്കാറുണ്ട്. അത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, തർക്കിക്കാറില്ല, പറഞ്ഞ് മാതാവ് എന്താണെന്ന് ഏതാണ് വചനാടിസ്ഥാനത്തിൽ തന്നെ പറയാറുണ്ട്. ദൈവം പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കും നമുക്കത് പറഞ്ഞു തരാനായിട്ട്. നമുക്ക് അറിവില്ല എന്ന് നമ്മളങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ മതി. എനിക്കറിയാത്ത ഒരു പൊട്ടനാണെന്ന് ഞാൻ അങ്ങോട്ട് സമ്മതിച്ചു കൊടുത്താൽ മതി, ബാക്കി അമ്മയ്ക്കോളും.
അമ്മയുടെ കഴിവുകൊണ്ടല്ല, അമ്മ പരിശുദ്ധാത്മാവ് കൃപ നിറഞ്ഞവളല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് സാധിക്കും, ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ബെഞ്ചമിനും ജോസഫും അതെനിക്ക് ഓർമ്മ വരും. മാതാവിനെ ഞാൻ ഇത്ര അംഗീകരിക്കണതിൻ്റെ കാരണം നമുക്കൊരപ്പൻ മാത്രമല്ല അമ്മയും ഒന്നാവണമെന്ന് എനിക്ക് നല്ല ഒരു ബോധ്യം തന്നു. കാരണം ജോസഫ് ഇത്ര അധികാരിയായിരിക്കെ ആ ബെഞ്ചമിൻ സഹോദരന് ജോസഫിൻ്റെ ഭക്ഷണത്തിൻ്റെ നല്ല കുറുകുകൾ നോക്കിയിട്ട് ബെഞ്ചമിന് എടുത്തു കൊടുത്തത് എന്തുകൊണ്ടാണ്? അതിൻ്റെ താഴെ വചനം എഴുതിയിട്ടില്ലേ, അവൻ്റെ അമ്മയിൽ നിന്നുള്ള സഹോദരനായിരുന്നു. ആര്? ബെഞ്ചമിൻ, ജോസഫിൻ്റെ അമ്മയിൽ നിന്നുള്ള സഹോദരനാണ്. അപ്പം അപ്പം മാത്രമല്ല ഒന്ന്, അമ്മയും കൂടി ഒന്നാകുമ്പോൾ അതിനൊരു ദൃഢത ബലം വേറെയുണ്ട്. അതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മകനാണ് ഞാൻ യേശുനാമത്തിൽ. അതുകൊണ്ട് ഇതാ നിൻ്റെ അമ്മ എന്ന് ഈശോ പറഞ്ഞു തന്നു. അയ്യോ കുരിശിൽ കിടന്ന് പടഞ്ഞപ്പോൾ പ്രാണവെപ്രാളത്തിൽ ഞാൻ തെറ്റി പറഞ്ഞത്, അത് അമ്മയല്ലട്ടെ അമ്മയെന്ന് ഇനി പറയുമോ? ഇനി ആകാശം ഭൂമി മാറിയാലും വചനത്തിന് മാറ്റമില്ല, വചനം തന്നെ, എഴുതിയത് തന്നെ അല്ലേ. അതുപോലെ ഇതാ നിൻ്റെ അമ്മ എന്ന്, എൻ്റെ അമ്മ. അത് എൻ്റെ അമ്മ, അത് എന്നിൽ ആരാ വസിക്കുന്നത്? ഗലാത്യർ 2:20. ഇനിമേൽ എന്നിൽ ഞാനല്ല ക്രിസ്തു അത്ര ജീവിക്കുന്നത്. അപ്പോൾ എന്നിൽ ക്രിസ്തുവാണ് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ അമ്മയാണ്? ഒക്കെ ഉപമ വഴിയല്ലേ പറഞ്ഞിട്ടുള്ളൂ. പിതാവിൻ്റെ പേര് യേശു എന്നാണ്. യേശു കൃത്യമായി നേരിട്ട് അങ്ങോട്ട് പറഞ്ഞു തന്നിട്ടില്ല, എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു തന്നു. പിതാവേ, അങ്ങ് ഞാൻ അവരോട് കൂടെ ആയിരുന്നപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അവിടുത്തെ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു എന്ന് വചനം പറയണില്ലേ, യോഹന്നാന്റെ സുവിശേഷം പറയണത്. അപ്പോൾ അങ്ങ് എനിക്ക് നൽകിയ അങ്ങേ നാമത്തിൽ ഞാൻ അവരെ സംരക്ഷിച്ചു. അപ്പോൾ കേട്ടോ, അത് അപ്പോൾ അവിടുത്തെ നാമം, പിതാവിൻ്റെ നാമം ഏതാ? അപ്പോൾ പറയാതെ പറയാണ്. അപ്പോൾ യേശുവിനെ എൻ്റെ അമ്മ എന്ന് എലിസബത്തമ്മ ഓർക്കത്തുനിന്നേറ്റിട്ട് പറഞ്ഞതല്ലല്ലോ എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന്. പരിശുദ്ധാത്മാവ് എന്ന് അറിഞ്ഞിട്ടാണ് പറഞ്ഞത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്ന്. ഇനി അതിലും വലിയ പുകഴ്വാക്ക് ഏതാളത്?